അനിൽകുമാർ, ഇങ്ങനെ ഒരു വാർത്ത ലഭിക്കുന്നുണ്ട്. മന്ത്രിക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്നു, വീണ ജോർജ് വല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു പ്രതികരണം CPIഎമ്മിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇപ്പോഴത്തെ KSUവിന്റെ സമരം വളരെ വ്യക്തിപരമായി ഉണ്ടാകുന്നു. എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം സംബന്ധിച്ച് എല്ലാവർക്കും കണ്ണു തുറന്ന് കാണാവുന്ന നേട്ടമാണുള്ളത്. അങ്ങനെ ആരോഗ്യ മേഖലയിലെ ഈ നേട്ടങ്ങളെ കണ്ട് അസൂയപ്പെട്ട പ്രതിപക്ഷം ഇതാകെ തകർക്കാൻ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളെ വിഴുങ്ങാൻ നിൽക്കുന്ന ലോബികൾക്ക് വേണ്ടി ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിപരമായ കടന്നാക്രമണം ഏതെല്ലാം തരത്തിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണ് മന്ത്രിയെ നേരിട്ട് കടന്നാക്രമണത്തിലേക്ക് എത്തിയത്. ശാരീരികമായ ഒരു മന്ത്രിക്ക് പരിക്ക് ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിയത് കേരളത്തിന് അപരിചിതമാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഒരു ജനപ്രതിനിധിയെ, ഒരു മന്ത്രിയെ വേട്ടയാടുക, അപമാനിക്കുക, ആക്രമിക്കുക, അവസാനം ആ ആക്രമണത്തിന് വിധേയമാകുന്നതിന് സമ്മതമല്ല, അല്ലെങ്കിൽ ഞാൻ അതിന് കീഴ്പ്പെടില്ല എന്ന ധാരണയിൽ വഴിയിലേക്ക് നിൽക്കുമ്പോൾ അവരെ കായികമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ മുതിരുക. ഇത് കൊലപാതക ശ്രമമാണ്. ഇത് അപലപനീയമാണ്. ഒരു തരത്തിലും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. പരാജയ ഭീതി കൊണ്ട കോൺഗ്രസിന്റെ കനകൂല തന്ത്രമാണ് ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കായികമായ സംഘർഷത്തിലേക്ക് നാടിനെ കൊണ്ടുപോകണം. പ്രതിപക്ഷ ജനാധിപത്യ പ്രവർത്തകരോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ഈ കെണിയിൽ വീഴരുത്. ഇതിന്റെ ഭാഗമായ സംഘർഷങ്ങൾ നാട്ടിലുണ്ടാകരുത്. അതിശക്തമായ പ്രതിഷേധം CPIഎം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. അനിൽകുമാർ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ചില ഈ വ്യക്തിപരമായ പ്രതിഷേധങ്ങൾ പോകുന്നതിലും നിയന്ത്രണങ്ങൾ വിട്ട് സമരങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷെ താങ്കൾ സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ട് കോൺഗ്രസിന്റെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരം KSUക്കാരെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം സമര രീതികളിലേക്ക് പോകുന്നത് എന്നൊരു ധ്വനിയുണ്ടോ താങ്കളുടെ മറുപടിയിൽ? കോവിഡ് കാലത്ത് കരുതലോടെ ചേർത്ത് പിടിച്ചൊരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ. ആ സർക്കാരിലെ ആ മന്ത്രിയെ കുറിച്ച് എന്താ പറഞ്ഞത്? കോവിഡ് റാണി, കോവിഡ് രാജകുമാരി. രാജ്യമാകെ അംഗീകരിച്ച ഒരു കോവിഡ് പ്രതിരോധം നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത ആരോഗ്യമന്ത്രിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ഈ നിലയിൽ വിശേഷിപ്പിച്ചത്. ഇപ്പൊ ശൈലജ ടീച്ചർ സ്ഥാനത്ത് വീണ ജോർജ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം ഏത് വകുപ്പാണോ ഏറ്റവും മികവാർന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ എത്തിയത് ആ വകുപ്പിന്റെ ഒരു മന്ത്രിമാരാണ് ഈ രണ്ട് ഘട്ടത്തിലും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. അത് സർക്കാരിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്